ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മെക്സിക്കൻ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല കളർഫുള്ളും സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസാണിത്. വെജിറ്റബിൾസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു സ്പൈസി മെക്സിക്കൻ റൈസാണ്. നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മാത്രമല്ല ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുത്തുവിടാവുന്ന ഒരു റൈസ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കളർഫുൾ ആയിട്ടുള്ള ഹെൽത്തി മെക്സിക്കൻ റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മെക്സിക്കൻ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ നീളമുള്ള ബസ്മതി റൈസ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഈ മെക്സിക്കൻ റൈസിലേക്ക് ആവശ്യമായ ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഗ്രീൻ, യെല്ലോ, റെഡ് കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 റെഡ് ക്യാപ്സിക്കവും 1 യെല്ലോ ക്യാപ്സിക്കവും ഹാഫ് ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു റൈസിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസുമാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ എടുത്തു വെക്കാം. ഇനി ഈ ഒരു റൈസിലേക്ക് ആവശ്യമായ 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി കൂടി എടുത്തു വെക്കാം കേട്ടോ. ആദ്യം തന്നെ ഈ തക്കാളി നമുക്കൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ തക്കാളി മുങ്ങാൻ ആവശ്യമായ വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തക്കാളി വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് ബ്ലാഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇതേപ്പോൾ കണ്ടില്ലേ, വെള്ളത്തിൽ കിടന്ന് തിളച്ച് തക്കാളിയുടെ ആ തൊലിയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ നിന്ന് തക്കാളി മാറ്റി ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്യാം. ഇതേപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതായിരിപ്പോൾ തക്കാളിയും കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മെക്സിക്കൻ റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർക്കുന്നതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബട്ടറിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൽ ചേർക്കാറുള്ള വെളുത്തുള്ളിയുടെ അളവിലും കൂടുതൽ ഈ ഒരു മെക്സിക്കൻ റൈസിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. സവാളയുടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ സവാളയൊക്കെ വഴണ്ട് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ബസ്മതി റൈസ് വെള്ളം കളഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഓൾറെഡി സോക്ക് ചെയ്ത റൈസ് ആയതുകൊണ്ട് തന്നെ ഇത് സോട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ടേസ്റ്റ് ഈ റൈസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് ചേർത്ത് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. റൈസ് കൂടെ ചേർത്തതിന് ശേഷം ഇതിപ്പോൾ 2 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചെറുജീരക പൊടിയുമാണ്. കുരുമുളക് പൊടിയും ചെറുജീരക പൊടിയും കൂടെ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റോളം നമ്മൾ റൈസ് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു ടൊമാറ്റോ പ്യൂരിയാണ്. ഇതിപ്പോൾ ഫ്രഷ് ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്തതിന് ശേഷം പ്യൂരിയാക്കി എടുത്തതാണ്. ഇനി ഇതിന് പകരമായിട്ട് ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് റെഡിമെയ്ഡായിട്ട് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അതാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൊമാറ്റോ പ്യൂരിയുടെ ചേർത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം ഈ റൈസ് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ടൊമാറ്റോ പ്യൂരിയുടെ കൂടെ സോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു റൈസിലെ ആ ഒരു ടൊമാറ്റോയുടെ ആ ഒരു ഫ്ലേവർ കിട്ടുക.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും ഫ്രോസൺ ഗ്രീൻ പീസും 3 കളറിലുള്ള ക്യാപ്സിക്കവും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കളേഴ്സിലുള്ള ബെൽ പെപ്പറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ മാത്രമേ ഉള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർത്തതിന് ശേഷം ഇനി ഈ റൈസ് ഒരുപാട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 250 ml കപ്പിന് 1.25 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് അരിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർക്കേണ്ടത്. പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒറിഗാനോ ഒരു ഇറ്റാലിയൻ ഹെർബാണ്, ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു മെക്സിക്കൻ റൈസിൽ നമ്മൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തീർത്തും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റൈസ് കുക്കാവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ റൈസിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇതിനി കുറച്ച് സമയം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആകും. ഇതിപ്പോൾ കുറച്ച് ജലാംശം തോന്നുന്നുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഈ റൈസ് ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മെക്സിക്കൻ റൈസ് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. വെജിറ്റബിൾസും ക്യാപ്സിക്കവും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് കൂടിയാണ്. ക്യാരറ്റും ക്യാപ്സിക്കവും ഗ്രീൻ പീസും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു റൈസ് കൂടിയാണ്. മാത്രമല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തുവിടാവുന്ന ഒരു അടിപൊളി റൈസ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.